കോംപ്ലിമെന്റ് ഉറപ്പായിട്ടും കിട്ടും. ഇതൊക്കെ കോംപ്ലിമെന്റ് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യും. കാരണം ഇവരിത് ഇങ്ങനെയുള്ള മണങ്ങളൊന്നും പലരും സ്നിഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ചിന്തിച്ചത്, ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ബ്ലാക്ക് അഫ്ഗാനോ ആണ്? ഒരു ആൽഫ മെയിൽ ഐറ്റം ആണത്. നിങ്ങൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബോസവാ ആ ഏരിയയിൽ. അവിടുത്തെ ഡോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല്. എനിക്ക് അറിയാവുന്ന മറ്റു പെർഫ്യൂമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഈ ഒരു അപ്പോക്കലിപ്റ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പെർഫ്യൂം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് അഫ്ഗാൻ എടുക്കും. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമാണ്. ഈ ഒരു ലൈനപ്പിൽ വരുന്ന ഒന്നും നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. പെർഫ്യൂം ഇതാണ്, നാസോമാറ്റോ ബ്ലാക്ക് അഫ്ഗാനോ. ബക്രാത്ത് റൂഷിനൊപ്പം തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബ്ലാക്ക് അഫ്ഗാനോ. പലരും ഈ ഒരു പെർഫ്യൂമിന്റെ മണം എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എങ്ങനെ പെർഫോം ചെയ്യും, കേരളത്തിലെ കാലാവസ്ഥയിൽ ചേരുന്നതാണോ, ലോങ്ജിവിറ്റി, മണം എപ്രകാരമാണ്, ഇതൊന്നും പലർക്കും അറിയില്ല. പലരും ചോദിച്ചിരുന്നു. വാങ്ങണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണമെന്നെങ്കിലും പലർക്കും ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് പേരും പെരുമയുള്ള ഒരു നാസോമാറ്റോയിൽ ഏറ്റവും കൂടുതൽ ക്ലിക്കായിട്ടുള്ള ഒരെണ്ണമാണ് ബ്ലാക്ക് അഫ്ഗാനോ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. 2009 അലസാൻഡ്രോ ഗ്വാൽത്തിയറി എന്നൊരു പെർഫ്യൂമർ ഇത് മേക്ക് ചെയ്യുന്നത്. ഏകദേശം 10-16 കൊല്ലമായി. ഇപ്പോഴും ബ്ലാക്ക് അഫ്ഗാനോ ചൂടപ്പം പോലെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ കാരണം ഇതിന്റെ ക്വാളിറ്റി. വെറും 30 ml ഉള്ളൂ, 30 ml. പക്ഷെ ഇതിന്റെ ക്വാളിറ്റിയും പെർഫോമൻസും ഒരു 100-150 ml സൈസുള്ള ഒരു പെർഫ്യൂമിന്റെ അത്ര തന്നെ ക്വാളിറ്റി ഉണ്ട്. അത് അടിച്ച് പരത്തി ഒരു 30 ml ആയിട്ട് അത് മാക്സിമം എന്താ പറയാ, അതിന്റെ ഈ 100 ml സൈസുള്ള ഒരു ജ്യൂസ് അത് ഇടിച്ച് പിഴിഞ്ഞ് അത് ഊറ്റിയെടുത്ത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം ക്വാളിറ്റി എത്ര വരും, അതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 30 ml. ഇനി ഇതിന്റെ മെയിൻ അക്കോർഡ് എന്ന് പറയുന്നത് ആംബർ, സ്മോക്കി, വുഡി, ഊദ്, കാനിബിസ്, ബാൽസമിക്, ഗ്രീൻ, അരോമാറ്റിക്, വാം സ്പൈസി, ടൊബാക്കോ. അതായത് ഈ ഭൂമിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഡാർക്ക് മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് വെച്ച് ഇറക്കിയ സാധനമാണ് ബ്ലാക്ക് അഫ്ഗാനോ. ആ പേര് തന്നെ വളരെ യുണീക്ക് അല്ലേ, ബ്ലാക്ക് അഫ്ഗാനോ. ഇതിനകത്ത് ആംബർ ഉണ്ട്, സ്മോക്കി നോട്ടുകളുണ്ട്, വുഡി നോട്ടുണ്ട്, ഊതുണ്ട്, കാനബിസ്, കഞ്ചാവ്. കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഉണങ്ങിയ കഞ്ചാവിന്റെ ഇലയുടെ മണമല്ല, നമ്മളിപ്പോൾ ചുരുട്ട് വലിക്കുമ്പോൾ കിട്ടുന്ന മണമൊന്നുമല്ല. അതിന്റെ യഥാർത്ഥ ഒരു ഇലയുണ്ടല്ലോ അതിന്റെ സത്തിന്റെ മണമാണ്. ഒരു ഹെർബൽ, സ്വീറ്റ് ഹെർബൽ നോട്ടായിട്ടായിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുക. പിന്നെ ബാൽസമിക് നോട്ടുണ്ട്, പിന്നെ ഗ്രീൻ നോട്ടുണ്ട്, അരോമാറ്റിക് നോട്ടുണ്ട്, വാം സ്പൈസി, ടൊബാക്കോ. ഇത് ഇത്രയാണ് അതിന്റെ അക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ധാരണ വരും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇതിന്റെ ടോപ്പ് നോട്ട് പറയാം. കാനബിസ്, ഗ്രീൻ നോട്ട്സ്, ധവാന, സാഫ്രോൺ, തൈം. മിഡിൽ നോട്ട് വരുമ്പോൾ റെസിൻസ്, വുഡി നോട്ട്, ടൊബാക്കോ, കോഫി, സിനമൺ, റാപ്സ്ബെറി, വയലറ്റ്. ബേസ് നോട്ടിൽ ഊത്, ഇൻസെൻസ്, ആംബർ, അനിമൽ നോട്ട് ഉണ്ട് ഇതിനകത്ത്. പിന്നെ വീണ്ടും വൈറ്റ് വുഡ്, അത് ബേസിക്കലി ഊതിന്റെ ഇത് തന്നെയാണ്. പിന്നെ ടോങ്ക ബീൻ, മസ്ക്, സിഗഡാർ വുഡ്, ബാൽസമിക്, പിന്നെ ആംബ്രോക്സാൻ, വാനില. നമുക്ക് ഏതൊക്കെ ഡാർക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെ. ഇപ്പോൾ ബോട്ടിൽ ഡിസൈൻ കണ്ടില്ലേ, ബോട്ടിൽ ഡിസൈൻ യുണീക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈനാണ് നാസോമാറ്റോ. ഇത് അതിന്റെ ട്രാവൽ ക്യാപ്പാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുമ്പം ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ, അല്ലാതെ നമ്മൾ ഊരരുത്. അപ്പം അല്പം ഹാർഡാണത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് വേണം എപ്പോഴും, ഇത് ഹോൾഡ് ചെയ്തിട്ട് വേണം ദൂരി എടുക്കാനായിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്, കണ്ടല്ലേ. ഇത് തടിയാണ്, പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ തടിയാണത്. ബോട്ടിൽ ഇത് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ ഇതിനൊരു പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ നിറവാണ്. 30 ml എക്സ്ട്രാക്റ്റ് പെർഫ്യൂമാണ്. ഏറ്റവും ഹയസ്റ്റ് പ്യൂർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് 30 ml. ഏതാണ്ട് ബോട്ടിനോളം തന്നെ ക്യാപ്പിനും വലിപ്പമുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. ഒരു 10 ml യൂസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ചെറുതായിട്ടും ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം എന്തുകൊണ്ടാണ്. മതി, പവർഫുൾ ആയിട്ടുള്ള സ്പ്രേ ആട്ടോ. ശരിക്കും ഈ ഒരു പെർഫ്യൂം ഇതിന് പ്രത്യേക ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് ഞാൻ പറഞ്ഞതിനകത്ത് ഊതും, വുഡി നോട്ടും, ടൊബാക്കോയും, കോഫിയും, റെസിൻസും, സിനമണും, ഇൻസെൻസും എല്ലാം ചേർന്ന് വരുന്ന ഒരു മണമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര വിശദീകരിക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷെ ഒരു സെനാരിയോ പറയാം. ഈ ജ്യൂസ് അദ്ദേഹം മേക്ക് ചെയ്തപ്പോൾ എന്തായിരിക്കും അയാൾ വിഷൻ ചെയ്തിട്ടുണ്ടാവുക, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മൂക്ക് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സെനാരിയോ, ഒരു സീൻ ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട്. കോവിഡ് വന്നു,
കോവിഡ് വന്ന് ലോകം ഷട്ട് ഡൗൺ ചെയ്തു. നമ്മളെല്ലാം വാക്സിൻ എടുത്തു. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരിക്കലും സംഭവിക്കരുത്. ഞാനൊരു സീൻ പറയാണ്. വാക്സിൻ എടുത്ത് പലർക്കും മ്യൂട്ടേഷൻ സംഭവിച്ചു. അതിൽ പലര് അതിജീവിച്ചവരൊക്കെ കാടുകളിലും ഗുഹയിലും അഭയം തേടി. ബാക്കിയുള്ളവർ മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന ഒരു സോംബികളായിട്ട് മാറി. ഒരു സോംബി അപ്പോക്കലിപ്റ്റിക് സിറ്റുവേഷൻ. നിങ്ങൾ നിങ്ങളുടെ അവശ്യ വസ്തുക്കളും എടുത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല അവശേഷിക്കുന്നത്. ആ ജീവനും കൊണ്ട് നിങ്ങൾ ഒരു കാടിൽ ചേരുകയാണ്, ഒരു കാട്ടിൽ. അപ്പോൾ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, പായലും വേരും ഒക്കെ പടർന്നു പിടിച്ച ആളില്ലാതെ കിടന്ന കെട്ടിടങ്ങൾ മുഴുവനും നശിച്ച കൂമ്പാരമായിട്ട് കിടന്ന കെട്ടിടങ്ങൾ. കാട്ടിനുള്ളിൽ നിങ്ങളൊരു ക്യാമ്പ് സെറ്റ് ചെയ്യുന്നു, ഒരു കൂടാരം നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പ്. ആ കാടിന് നടുക്ക് തൊട്ടടുത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട്, മരങ്ങൾ വീണ് കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു സോംബി അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഭയന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. അഴുകിയ നിലം, വൃക്ഷങ്ങളും തണ്ടുകളും ചെടികളൊക്കെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്നു. ഇതായിരിക്കണം അദ്ദേഹത്തിന് മനസ്സിൽ വന്ന ഒരു ചിന്ത. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയാണ് ഇത് കണക്ട് ആവുന്നത്. അതുപോലൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫാക്ട്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല്. എനിക്ക് അറിയാവുന്ന മറ്റു പെർഫ്യൂമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഈ ഒരു അപ്പോക്കലിപ്റ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പെർഫ്യൂം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് അഫ്ഗാനും എടുക്കും. അതാണ് ഇതിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള മണമെന്ന് ഞാൻ പറയുന്നത്. ആ ഒരു സീൻ, ലോകാവസാനത്തിന്റെ ആ ഒരു സീൻ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു സീനിനെ ഒരു കുപ്പിയിലാക്കി നിറച്ചാൽ ആ ഒരു അവസ്ഥ, ആ ഒരു വികാരം, ആ ഒരു ഉൾഭയം, ആകുലത, അസ്വസ്ഥത, ടെൻഷൻ, ഇതെല്ലാം ഒരു കുപ്പിയിൽ നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഈ പറയുന്നത് ഒരു ഇതൊരു പെർഫ്യൂം ആയതുകൊണ്ട് നിങ്ങളൊരു പോസിറ്റീവ് സൈഡിൽ എടുക്കണം. അങ്ങനെയുള്ള അതെല്ലാം കൂടി ചേർത്ത് ഒരു കുപ്പിയിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, വിശദീകരിക്കാൻ പറ്റാത്തത്, നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു തരം DNA. വളരെ സ്മോക്കിയാണ് ഇതിനകത്ത്. ഈ സ്മോക്കി എന്ന് പറയുമ്പോൾ ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചാരം പുറന്തള്ളും. ഇപ്പോൾ ഹവായ്, നമ്മുടെ ഐസ്ലാൻഡിലെ അഗ്നിപർവ്വതങ്ങൾ, ജപ്പാനിലെ, ഇന്തോനേഷ്യയിലെ, അങ്ങനെ പല അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നതിന് മുമ്പായിട്ട് ആദ്യമേ ഇതിനകത്ത് ഈ സീസ്മിക് ആക്ടിവിറ്റീസ് നടക്കും. അപ്പൊ അതിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ചാരം ഇത് വർഷിക്കും. 2-3 കിലോമീറ്റർ അന്തരീക്ഷത്തിൽ, ഒരു 2-3 കിലോമീറ്റർ പോയിട്ടായിരിക്കും ഈ ചാരം തൊട്ടടുത്തുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ വന്ന് പടർന്നു വീഴും. അപ്പൊ അതുപോലെ ഒരു സ്മോക്കി വോൾക്കാനിക് ടൈപ്പ് ഓഫ് സ്മെല്ലുണ്ട് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാനബിസിന്റെ, കഞ്ചാവിന്റെ ഒരു തരം അരോമാറ്റിക്, ഹെർബൽ, അല്പ സ്വീറ്റ്നസ്സും ഉണ്ട്. കോഫി ബീൻസ്, ഉണങ്ങിയ കോഫി അല്ല, പച്ച കോഫി, പക്ഷെ സ്വീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ടൊബാക്കോ, നല്ല ടൊബാക്കോയുടെ, ക്രീമി ടൊബാക്കോയുടെ നോട്ട്, പിന്നെ ഊതിന്റെ മണം, പിന്നെ ഇൻസെൻസ്, കുന്തിരുക്കം പോലെ അല്ലെങ്കിൽ പുകയുന്ന തടി, പുകയ്ക്കുമ്പം മണം വരുന്ന തടിയുടെ മണം, സീഡാർ വുഡിന്റെ മണം, പിന്നെ ഡ്രൈഡോളിൽ നല്ല വാനില സ്മെല്ല് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഉറപ്പായിട്ട് നിങ്ങളൊരു പെർഫ്യൂം ലവർ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അഫ്ഗാനോ ഫോർ ഷുവർ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഈ രീതിയിൽ വേണം ഇതിനെ സമീപിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വർത്താണ്, എൻ്റെ അഭിപ്രായത്തിൽ വർത്ത, അബ്സല്യൂട്ട്ലി. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പം മണം വളരെ യുണീക്കാണ്. ഇതിനകത്ത് ഊതുണ്ട്, എല്ലാവിധ നോട്ടുകളും ഉണ്ട്. കോഫി, ടൊബാക്കോ, വുഡി നോട്ട്, ഇൻസെൻസ്, കാനബിസ്, ഗ്രീൻ നോട്ട്, സാഫ്രോൺ, പിന്നെ ഡ്രൈഡോൺ, അതിനേക്കാൾ മികച്ച ഡ്രൈഡോൺ. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഊത് ആൻഡ് ടൊബാക്കോ DNA വരുന്ന ഒരു പെർഫ്യൂം എന്ന് പറയാം. ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഓരോ നോട്ട് എടുത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷെ അത് വീഡിയോ കൂടുതൽ ദൈർഘ്യമാകും, വലിച്ചു നീട്ടുന്നില്ല. ഇനി ഇതിന്റെ കാലാവസ്ഥ, മഴയുള്ള സമയത്ത് രാവിലെ യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. മഴയുള്ള സമയത്ത് രാവിലെ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം വൈകുന്നേരവും രാത്രിയും മാത്രം. വെറും 3 സ്പ്രേ, 3-ലധികം സ്പ്രേ യൂസ് ചെയ്യരുത്. വളരെ ഓവർ പവറിങ് ആവും, ഭയങ്കര സ്ട്രോങ് ആയത്. അപ്പോൾ 3 സ്പ്രേ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. തണുപ്പുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് 12-14 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ഒരു 4-5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. വളരെ സ്ട്രോങ്, ഇത് വളരെ ബീസ്റ്റാണ്. ഈ 30 ml ഉള്ളെങ്കിലും ഇത് ഭയങ്കര ബീസ്റ്റാണ്. ഇതൊന്ന് മാസറേഷൻ കഴിഞ്ഞാൽ കുറെ കൂടി പുഷ് ചെയ്യും. 10-18 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് നീണ്ടു നിൽക്കും ഇത്.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, ഞാൻ കൂടെ പോയിട്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഇനിയും പോകാറായിട്ടില്ല എന്ന് നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഈ മണം നിങ്ങളെ വിട്ടു പോവില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വളരെ സ്ട്രോങ് ആണ്, യുണീക്കാണ്, കോംപ്ലിമെൻറ്റ് ഉറപ്പായിട്ടും കിട്ടും. ഇതൊക്കെ കോംപ്ലിമെൻറ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കോംപ്ലിമെൻറ്റ് ചെയ്യും. കാരണം ഇവരിത് ഇങ്ങനെയുള്ള മണങ്ങളൊന്നും പലരും സ്നിഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ചിന്തിച്ചത്, ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ബ്ലാക്ക് ഓഫ് ഗാനോ കാണും അല്ലേ? മിക്ക ആളുകളിലും ക്ലോണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചിട്ട് ആ ഗ്യാങ് ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും അവർ നോട്ടീസ് ചെയ്യും. അപ്പോൾ ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, കോംപ്ലിമെന്റ് കാര്യത്തിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. മെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്പം മസ്കുലിനല്ല, ഇപ്പം മെൻസ് യൂസ് ചെയ്യുന്നതിനാണ് നല്ലത്. ഇതിന്റെ വില ഏകദേശം 10,000 എബവ് ആണ് റേറ്റ് വരുന്നത് 30 ml. ഇനി ഇത് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു സാധനം ഗൾഫിലുണ്ടാവും. ഇത് വാങ്ങുക, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങണം. മാച്ച് എന്ന് വിളിക്കുന്ന ഒരു ബ്രാൻഡിനെയാണ് അവിടെ പെർഫ്യൂം. ഇത് 50 ml ഉണ്ട്. ഏതാണ്ട് അതേ രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്ലാസിൻ്റെ ക്വാളിറ്റിയും സൂപ്പറാണ്. ജ്യൂസും ഏതാണ്ട് സെയിം കട്ടൻകാപ്പിയുടെ കളർ, കോഫി വെച്ചിട്ടുള്ള കട്ടൻകാപ്പിയുടെ കളറാണ് ജ്യൂസ് വരുന്നത്. ഇതുപോലെ തന്നെ സ്ട്രോങ് ആണിത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഇതിന് 1200-1500 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഡാർക്ക് സ്മോക്കി സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ പെർഫ്യൂം നിങ്ങൾ വാങ്ങണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കോംപ്ലിമെൻറ്റ് കിട്ടും. ഒരു ആൽഫ മെയിൽ ഐറ്റമാണത്. നിങ്ങൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബോസാവും ആ ഏരിയയിൽ. അവിടുത്തെ ഡോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ബഡ്ജറ്റ് ഉള്ളവർ തീർച്ചയായും ഇത് തന്നെ വാങ്ങുക. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക കേട്ടോ, ബ്ലൈൻഡ് ആയിട്ടൊന്നും വാങ്ങരുത്, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇത് നിങ്ങൾക്ക് വലിയ വിലയില്ല, 1000-1200 ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഇതിനും നല്ല പ്രൊജക്ഷനും ഉണ്ട്, ലോങ്ജിവിറ്റിയും ഉണ്ട്. ബ്ലാക്ക് ഓഫ് ഗാനോടൊക്കെ അതിൻ്റെ അതേ മണവും തന്നെയാണ്. പക്ഷേ ഇതിൽ കിട്ടുന്ന ക്വാളിറ്റിയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതിൽ ഓപ്പണിംഗ് ഒക്കെ സ്വല്പം വ്യത്യാസമുണ്ട് ഇതിൽ. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ആ ബ്ലാക്ക് ഓഫ് ഗാനോടെ ആ ഒരു ചൊവ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ബ്ലാക്ക് ഓഫ് ഗാനോ വാങ്ങിയിട്ട് അതിന് പകരം ഇത് ഡെയിലി യൂസ് ചെയ്യുക, ഇത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ഇതടിക്കേണ്ട സാഹചര്യം ഒന്ന് കുറയുകയും ചെയ്യും. നിങ്ങൾക്ക് കുറേ നാൾ നിൽക്കും. ഇത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റോട് യൂസ് ചെയ്യാം. ഇത് ഏറ്റവും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇതിന് വലിയ വിലയില്ല, 1000-1200-1500 വരുന്നുള്ളൂ. 50 ml 100 ml ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് വാങ്ങുക. ഇത് വാങ്ങാൻ ബഡ്ജറ്റ് ഉണ്ടോ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക.